മാസങ്ങളോളമായി തകർന്നുകിടക്കുന്ന നാട്ടിക ഗ്രാമപഞ്ചായത്ത് 12-14 വാർഡുകളെ ബന്ധിപ്പിക്കുന്ന മൈത്രി റോഡടക്കം നാട്ടിക പഞ്ചായത്തിലെ എല്ലാ റോഡുകളും സഞ്ചാരയോഗ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് 12-14 വാർഡ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നാട്ടിക ജുമാഅത്ത് പള്ളി സെന്ററിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. പ്രതിഷേധ ധർണ നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി.എ. ഷൗക്കത്ത് അലി ഉദ്ഘാടനം ചെയ്തു. പണ്ടുകാലത്തൊക്കെ പാടത്ത് അപ്പുറത്തും ഇപ്പുറത്തും വെള്ളം നിന്നാൽ എങ്ങനെയാണ് വെള്ളം തൊടാതെ പോവുക എന്ന് കാണിക്കുന്നതിന് ഒരു വരമ്പായിട്ടുള്ള ഒരു റോഡായി ഈ റോഡ് നമുക്ക് കാണിക്കേണ്ടി വരും. പക്ഷേ ഇതിനു മുമ്പ് ഇവിടെ അനിൽ പുളിക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ഈ റോഡിൽ ഒരു പാർട്ടിക്കും സമരം ചെയ്യേണ്ടി വന്നിട്ടില്ല. നാളെ റംസാൻ ആരംഭിക്കുകയാണ്. ഇന്ന് രാത്രി മുതൽ ഈ ജുമാ മസ്ജിദിലേക്ക് പാതിര വരെയുള്ള നിസ്കാരത്തിന് ഒരുപാട് ആളുകൾ വരുന്ന റോഡാണ് ഈ റോഡ്. ആ റോഡ് ഒന്ന് വൃത്തിയാക്കി കൊടുക്കുവാൻ, ഒന്ന് ടാർ ചെയ്തു കൊടുക്കുവാൻ ഏറ്റവും വരുമാനം ഈ പ്രദേശത്തുള്ള നാട്ടിക ഗ്രാമപഞ്ചായത്തിന് കഴിയുന്നില്ലെങ്കിൽ ഞങ്ങളൊക്കെ ഒന്നിനും കൊള്ളാത്ത പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് തളിക്കുളം പറയുമ്പോൾ ഒന്നും അറിയാത്ത പ്രസിഡന്റാണോ, ഒന്നിനും കൊള്ളാത്ത പ്രസിഡന്റാണോ, നേരത്തെ ഇവിടെ സിദ്ദീഖ് സൂചിപ്പിച്ച പോലെ ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത പ്രസിഡന്റാണോ എന്ന് പറയേണ്ടി വരും. കോൺഗ്രസ് നാട്ടിക മണ്ഡലം പ്രസിഡന്റ് പി.എം. സിദ്ദീഖ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് എ.എൻ. സിദ്ധപ്രസാദ് മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ സിജി അജിത് കുമാർ, ടി.വി. ഷൈൻ, ജീജ ശിവൻ, നാട്ടിക ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു പ്രദീപ്, മധു അന്തിക്കാട്ട്, മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി പി.സി. ജയപാലൻ, ബാബു പനക്കൽ, എ.കെ. വാസൻ എന്നിവർ സംസാരിച്ചു.